പാർട്ട് എയിൽ ലിമിറ്റ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലിമിറ്റിൽ എങ്ങനെയാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 5x - 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലിമിറ്റിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സ് ടെൻസ് ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ടൊരു വില തന്നിട്ടുണ്ടോ കണ്ടോ, ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ടാണ് വില തരിക. അപ്പോൾ ആ വിലയാണ് എക്സിന് ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ എക്സ് 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെന്നാണ്. അതായത് എക്സിൻ്റെ വില 2 ആക്കി എടുക്കുക, 3 ആണെങ്കിൽ 3 ആക്കി എടുക്കുക, 0 ആണെങ്കിൽ 0 ആക്കി എടുക്കുക. അപ്പോൾ ഏതാണോ ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ആ വില എന്ത് ചെയ്യുക, എക്സിന് എടുക്കുക, എക്സ് സമം 2 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ലിമിറ്റിൽ നിന്ന് അത് കൊടുക്കുമ്പോൾ ഈ ലിമിറ്റിൽ പല ടൈപ്പ് പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ഓരോന്ന് ചൂസ് ചെയ്യുന്നത്, വേറെ മെത്തേഡ് ഏതാ ചൂസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് മാത്സിൽ ഇപ്പോൾ എക്സ് ടെൻസ് ടു 0 ഫംഗ്ഷൻ വരുന്നത് 5x/7x² ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ ഇവിടെ എക്സ് ഇല്ല, ഇവിടെ അടിയിൽ എക്സ് ഉണ്ട്. ഓക്കെ, എങ്ങനെ ആയിക്കോട്ടെ, അടിയിൽ അപ്പോൾ എക്സ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, അടിയിൽ എക്സിന് ഇപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ 0 വരും. അപ്പോൾ 1/0 അല്ലെങ്കിൽ 0/0 ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ മെത്തേഡ് നോക്കണം. കാരണം മാത്സിൽ ഒരിക്കലും അടിയിൽ 0 വരുന്ന ഒരു ടേമില്ല, ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല, കണ്ടുപിടിക്കാത്തൊരു ടേമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴും ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട്, ലിമിറ്റ് പറഞ്ഞാൽ LIM എന്നുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ LT എന്നുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ സ്മാൾ ലെറ്ററിൽ LIM എന്നുണ്ടാവും. ഒക്കെ ലിമിറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അടിയിൽ 0 വരുന്നുണ്ടോ നോക്കുക. ആ തന്ന വില അവിടെ കൊടുക്കുമ്പോൾ അടിയിൽ 0 വരുന്നുണ്ട് എങ്കിൽ നമ്മൾ വേറെ മെത്തേഡ് നോക്കണം എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് എന്താണ് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല അല്ലേ, ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ വേറെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എവിടെ കാണുന്നു അവിടെയൊക്കെ 2 കൊടുക്കുക, അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താ വരിക, പിന്നെ നിങ്ങൾ ലിമിറ്റ് എടുത്ത് എഴുതരുത്, ലിമിറ്റിൻ്റെ വില അതിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ലിമിറ്റ് പറഞ്ഞ ടേം എടുത്ത് എഴുതരുത് കേട്ടോ. പിന്നെ നേരെ എന്ത് ചെയ്യുക, ആ വിലയെ അവിടെ കൊടുക്കുക. അപ്പോൾ എക്സ് ടെൻസ് ടു 2 ആയതുകൊണ്ട് ഈ എക്സിന് പകരം 2 കൊടുത്തു, 5 × 2 - 1. ഓക്കെ, 5 × 2 - 1. ഓക്കെ, 5 × 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 5 × 2 പറഞ്ഞാൽ 10 ആണ് അല്ലേ. അപ്പോൾ 10ൽ നിന്ന് 1 കുറക്കുക, എന്താണ് ആൻസർ 9 എന്ന് കിട്ടി. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. അപ്പോൾ പാർട്ട് എയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒരു ലിമിറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, ഇപ്രാവശ്യം ഇപ്പോൾ 3 കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3ലുണ്ട് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ്. എക്സ് എവിടെ കാണുന്നത് വെച്ചാൽ അവിടെ ഈ തന്ന ലിമിറ്റ് കൊടുക്കുക. ഇപ്പോൾ -2 ആണെങ്കിൽ -2 കൊടുക്കുക, ഇനി -5 ആണെങ്കിൽ -5 കൊടുക്കുക, 0 ആണെങ്കിൽ 0 കൊടുക്കുക, എന്താണോ തന്നത് അതവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം മുന്നേ പ്രാവശ്യമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അടുത്തത് നോക്കൂ നിങ്ങൾ, ഇനി എക്സിന് പകരം എന്താണ്, ചിലപ്പോൾ തീറ്റ എന്നായിരിക്കും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തീറ്റ എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവാലുവേറ്റ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0, തീറ്റ ടെൻസ് ടു 0 7θ - 5ൻ്റെ വില കാണുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥം. ഇവാലുവേറ്റ് പറഞ്ഞാൽ കാണുക. ഓക്കെ, ഫൈൻഡ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ തീറ്റയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഏതിലാണ് ഫംഗ്ഷൻ കിടക്കുന്നത് വെച്ചാൽ അതായിരിക്കും ഇവിടെ തരിക, ലിമിറ്റിൽ തരിക. അപ്പോൾ തീറ്റയിലാവുമ്പോൾ തീറ്റ ആയിരിക്കും തരും, എക്സിലാണെങ്കിൽ എക്സ് തരും. ഓക്കെ, വൈയിലാണെങ്കിൽ വൈ തരും, എന്താ വെച്ചാൽ അത് തരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, തീറ്റ ടെൻസ് ടു 0. അപ്പോൾ എന്ത് ചെയ്യുക, തീറ്റ എവിടെ കാണുന്നത് അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, 0 കൊടുക്കണം. ഇത് 0യിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ വില എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ അതെന്താ വരിക, ഇനി ഞാൻ പറഞ്ഞു ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ലിമിറ്റിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റ് എഴുതരുത് അല്ലേ. അപ്പോൾ നമ്മൾ 7 × പിന്നെ ലിമിറ്റ് എഴുതരുത് കേട്ടോ. തീറ്റ എന്നുള്ളതിന് പകരം 0 കൊടുത്തു. ഓക്കെ, പിന്നെ -5. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് ഇതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ മതി, ഇതിൽ ഡൗട്ട് വരാനൊന്നുമില്ല. 0 കൊണ്ട് ഏത് സംഖ്യനെ ഗുണിച്ചാലും 0 ആണ് ഉത്തരം. 0 - 5, 0 - 5 എന്ത് കിട്ടും, -5 എന്ന് ആൻസർ കിട്ടും. 0 - 5 -5 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ 1 മാർക്ക് സ്കോർ ചെയ്യാം.
ഇത് അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇത് 3 കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ.